the message you might be going through, the messages on Sundays, is about knowing God, knowing the will of God, and how to walk in the will of God. This is the whole theme of the whole message that I think it's going to be over 2 months. We are continuing. കഴിഞ്ഞ 2 മാസമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ആ സന്ദേശത്തിന്റെ ഒരു തലക്കെട്ട് പറഞ്ഞാൽ ദൈവഹിതം മനസ്സിലാക്കുക, ആ ദൈവഹിതത്തിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. Because if you don't know God, how can you have fellowship with him? ഈ ദൈവത്തെ വാസ്തവമായി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ആ ദൈവത്തോട് നമുക്കൊരു കൂട്ടായ്മ ആചരിക്കാൻ പറ്റും? Because to know the right picture of God is very important for us to have that fellowship, knowing the relationship. ദൈവം എങ്ങനെയുള്ളവനാ എന്ന ശരിയായൊരു ചിത്രം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ശരിയായൊരു കൂട്ടായ്മ അദ്ദേഹത്തോട് ആചരിക്കാൻ ഒക്കില്ല. And that is where the relationship is become strong only through fellowship. അങ്ങനെ കൂട്ടായ്മ ബന്ധത്തിലൂടെ മാത്രമേ ഒരു ബന്ധം സുദൃഢമാകത്തുള്ളൂ. And so knowing God is very, very important. ഈ കാര്യത്തിൽ നമ്മൾ ആരോട് കൂട്ടായ്മ ആചരിക്കുന്നു ആ വ്യക്തിയെ, ദൈവത്തെ അടുത്തറിയണം നമ്മൾ. And knowing God, we cannot understand God through the intellect. God is a spirit, and Jesus said you must worship him, know him, be with him in the spirit and in the truth. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം ഇതാണ്, ദൈവം ആത്മാവാണ്, അരൂപിയാണ്. ആ ദൈവത്തെ നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കി ഒരിക്കലും കൂട്ടായ്മ ആചരിക്കാൻ ഒക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും ആത്മാവ് കൊണ്ടേ നമുക്ക് ഈ കർത്താവിനെ അറിയാൻ പറ്റും. And that is why even the disciples who were with Jesus for 3 years forgot him in 3 days. അതുകൊണ്ടാണ് 3.5 വർഷം കർത്താവുമായി ജഡത്തിൽ സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ പിടികിട്ടില്ല, ഉയർപ്പ് കഴിഞ്ഞപ്പോൾ. The Bible says it is very remarkable. It is very remarkable in Matthew chapter 28 and verse 16. മത്തായി 28:16 യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ കർത്താവിനെ കണ്ട കാര്യം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. It is after the resurrection. ഇത് യേശു പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞു. After the resurrection. യേശു ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ് ഇപ്പോൾ. Jesus has appeared before them. ഇതാ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. And you know, in one time Jesus said, "Come and hold me." ഒരു സമയത്ത് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തൊട്ട് നോക്കിക്കേ. I have flesh, I have bone. എനിക്ക് എന്റെ ഈ ഉയർത്തപ്പെട്ട ശരീരത്തിലും എനിക്ക് അസ്ഥിയുണ്ട്, മാംസമുണ്ട്, നിങ്ങൾക്ക് തൊടാൻ പറ്റും. I am not a ghost. വെറും ഒരു അരൂപിയായ ഒരു ആത്മാവല്ല ഞാൻ. Now this is in the spiritual world that is happening. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇത് ആത്മമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. They are seeing him. It is post resurrection. Jesus has not gone ascended, but yet they cannot understand him because their heart cannot understand, intellect cannot understand the resurrected Jesus. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. കർത്താവ് ഇതുവരെ സ്വർഗത്തിലൊക്കെ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ശിഷ്യന്മാരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട്, അഥവാ അവർ ബുദ്ധിയിലായിരുന്നുകൊണ്ട് അവർക്ക് ആ കർത്താവിനെ മനസ്സിലായില്ല, ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഭൂതം എന്നൊക്കെ അവർ പറഞ്ഞു. And that is why in Matthew 28 and verse 16 the Bible says the 11 disciples went to Galilee to the mountain which Jesus had appointed them. ആ വേദഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. Just imagine the 11 disciples. നോക്ക, ഈ 3.5 കൊല്ലം കൂടെ നടന്ന 11 പേര് തന്നെയാണ്. Those who have seen signs and wonders, those who have eaten with him, those who were lying on his bosom, all these 11 wonderful disciples, the Bible says some believed yet some were still doubting him. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നവർ, നെഞ്ചിൽ ചാരിയിരുന്നവർ, ആ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി തിന്നവർ, അത്ഭുതവും അടയാളങ്ങളും ചെയ്യുന്നത് കണ്ടവർക്ക്, അവരിൽ കുറച്ചു പേർക്ക് യേശുവിന്റെ ഉയർത്ത ശരീരത്തിൽ വിശ്വസിച്ചു. പിന്നെയും കുറച്ചു പേർക്ക് വിശ്വാസം വന്നില്ല. And that is why you should understand that unless God reveals Christ in us, we will not understand who Christ is and who we are in him. ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവ് സ്വയം നമുക്ക് വെളിപ്പെടുത്തി തരുവോളം
ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒരു മനുഷ്യനും വേണ്ട പോലെ തിരിച്ചറിയാൻ പറ്റില്ല. കർത്താവ് ആരാന്നും ഇനി ഉയർക്കപ്പെട്ട ക്രിസ്തുവിൽ നാം ആരാന്നും ദൈവം ഒരു വെളിപ്പെടുത്തൽ തരണം. Even after the miraculous fish catch, the second fish catch, the Bible says in John 21:12, they were having breakfast with Jesus. Yet none of the disciples dared ask him, "Who are you?" Still they are doubting, who is this? John 21:12. യോഹന്നാൻ 21:12 നമ്മൾ വായിക്കാൻ പോവാണ്. ഇതും കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ഇതാ 7 ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. അവർക്ക് രാത്രിയിൽ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് കർത്താവ് ഒരു അത്ഭുതകരമായ മീൻപിടുത്തം അവർക്ക് കൊടുത്ത് കരയ്ക്ക് വന്നു കഴിഞ്ഞുള്ളൊരു വാക്യമാണ് 12-ാം വാക്യം വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. യേശു അവരോട് വന്നു പ്രാതൽ കഴിച്ചോളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. They knew but still are doubting, so they did not dare to ask him, "Who are you?" അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന they dare to ask എന്നൊരു വാക്കാ. എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലായിരുന്നു ചോദിക്കാൻ നീ ആരാന്ന്. കാരണം അതിന്റെ അർത്ഥം പൂർണ്ണ ഒരു ഉറപ്പ് അങ്ങോട്ട് വന്നിട്ടില്ല. 3 years they walked with him. 3 വർഷം ഈ യേശുവിന്റെ കൂടെ നടന്നാന്ന് ഓർക്കണം. In 3 days they forgot him. 3 ദിവസം കൊണ്ട് ആ കല്ലറയിലെ 3 ദിവസം കൊണ്ട് മറന്നുപോയി. Why? എന്തുകൊണ്ട്? Is it not the same Jesus? അതേ യേശു തന്നെയല്ലേ ഇത്? Yes, but glorified in the body. അതേ യേശു തന്നെയാണ്, പക്ഷെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലാണ്. That is why they are doubting, because even though they heard him say he will rise up again, they are not sure it is him. Because now he's not walking with them like the way he walked with him in Galilee. ആ ശ്രദ്ധിക്കുക, യേശു കൂടെ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞാണ് ഞാൻ മരിക്കും, 3-ാം നാൾ ഉയർക്കും. ഇതൊക്കെ കേട്ടിട്ടും അവർക്ക് ആ ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ അതുപോലെ അങ്ങോട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം 3.5 കൊല്ലം അവരുടെ കൂടെ നടന്ന രീതിയിലല്ല ഇപ്പോൾ ഉയർത്ത യേശു അവരുടെ കൂടെ നടക്കും. He is appearing and disappearing. ഇതാ അവൻ പ്രത്യക്ഷത നൽകുന്നു, അപ്രത്യക്ഷമാണ്. He is not knocking at the door, he just arrives where they are there. അവരിയ്ക്കുന്ന മുറിയുടെ വാതിക്കൽ നിന്ന് കൊട്ടി ആരെങ്കിലും തുറക്കണ്ട, അവരെ ഒന്നിച്ചുകൂടി അടച്ചിട്ട മുറിയിൽ ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷീഭവിക്കും. Oh, glorious Jesus! They know it is him, yet they are doubting. Is it really this Jesus? അവർക്ക് മനസ്സിലായത് യേശു തന്നെയാ, പക്ഷെ അവരുടെ ജഡം അവരുടെ ബുദ്ധിയിൽ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. യേശു തന്നെയാണോ ഈ അടച്ച മുറിയിൽ അകത്ത് വന്നിരിക്കുന്നത്? But when the Holy Spirit came, എന്നാൽ ഇതാ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, at the day of Pentecost, the Holy Spirit came. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതോടെ They were filled with the Holy Spirit. അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, They were filled with the Holy അവര് Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ Now they are walking with the Holy Spirit. ഇപ്പോൾ അവര് സംശയിച്ചല്ല, പരിശുദ്ധാത്മാവിന്റെ കൂടെ ചേർന്ന് നടക്കുകയാണ്. Jesus appeared to Ananias, and Ananias is talking plainly. He is not terrified. ഇപ്പോൾ ഇതാ പരിശുദ്ധാത്മ പകർച്ച ശേഷം അപ്പോസ്തല പ്രവർത്തികൾ നോക്കുമ്പോൾ അനന്യാസ് എന്ന ശിഷ്യന് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ കൂട്ടുകാർ സംസാരിക്കുന്ന പോലെ വീണ്ടും സംസാരിക്കുന്നു. Disciples have no more doubt. ഇനി ശിഷ്യന്മാർക്ക് സംശയമൊന്നുമില്ല. All the people with them have no doubt. ഇപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർക്കൊന്നും സംശയമില്ല. Because they are born again. എന്നാൽ അവർ വീണ്ടും ജനിച്ചിരിക്കുന്നു. They are now in the Spirit. ഇപ്പോൾ അവരും ആത്മാവിലായി കഴിഞ്ഞു. Now in the Spirit is where you can have fellowship with God. അതെ, ഇപ്പോൾ ഇവരും ആത്മാവിലായതുകൊണ്ട് ആത്മാവായ കർത്താവിനോട് അവർക്ക് കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കും. And that is why it is very important that you be born again. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ജനിക്കണം, ആത്മാവിൽ പുതുതായി ജനിക്കണം. Number 2, very important that you walk with the Holy Spirit to have fellowship with him, so that you know who God is. മാത്രമല്ല ഈ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്നതാണല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറവ് എപ്പോഴും ഉണ്ടെങ്കിലേ കർത്താവിനോട് സംസാരിച്ച് നടക്കാൻ. That is why in 1 Corinthians chapter 2 the Bible says, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, now we have not received the spirit of the world, but the Spirit who is from God. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചു. That we might know the things that have been freely given from God. അങ്ങനെ ദൈവം നമുക്ക് ആ ഭാഗം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, We have not received the spirit of the world. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. There is a spirit of the world, the Spirit of God.
ഇതാ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ലോകത്തിന്റെ ആത്മാവുണ്ട്. The world, we have our intellect where we interact with the world. ലോകത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിപരമായ സ്പിരിറ്റ് ആണ്. അത് ലോകത്തിലെ കാര്യങ്ങൾ ബുദ്ധിയിലും റീസണിങ്ങിലുമാണ് നമ്മൾ ഇടപെടുന്നത്. We must have it. അത് വേണമല്ലോ. That is why we send our children to education. That is why we went to the school. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോയത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ സ്കൂളിൽ വിടുന്നത്. Knowing things of the world. ഈ ലോകത്തിലെ കാര്യങ്ങൾ അറിയണേ, അതിന്റെ ഒരു ആത്മാവ്. You have to read the newspaper. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചാലേ ദിവസവും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയൂ. Stage 4 lockdown. What is all happening? You have to understand it. ഇപ്പോൾ ഇതാ സ്റ്റേജ് 4 ലോക്ക് അൺലോക്ക് ആയിരിക്കുകയാണ്. ഇനി എന്താണ് പുതിയ കാര്യങ്ങൾ, അടുത്ത മാസം എന്തൊക്കെ ചെയ്യാം? This is all in the world. ഇതെല്ലാം ലോകത്തിന്റെ ആത്മാവിൽ ലോകത്തിന്റെ അറിവിൽ അറിയേണ്ടതാണ്. But എന്നാൽ there is a limitation. അതിന് ഈ ലോകത്തിന്റെ ആത്മാവിൽ ലോകത്തിലുള്ളത് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. അതിനൊരു പരിമിതി. Because we can see, we walk by what we see. അവിടെ നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നിടം വരെ നമുക്ക് പോകാനൊക്കെ. But when you are born again, എന്നാൽ നിങ്ങൾ ആത്മാവിനാൽ പുതുജനനം നിങ്ങളുടെ അകത്ത് സംഭവിക്കുമ്പോൾ, now you have fellowship with God himself. ഇപ്പോൾ ആത്മാവായ ദൈവത്തോട് നിങ്ങൾക്ക് കൂട്ടായ്മയായിരിക്കാൻ പറ്റും. And if God is unlimited, you also become unlimited. അങ്ങനെ നിങ്ങളെ കൂട്ടായ്മയായിരിക്കുന്ന ദൈവം അപരിമേയനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിമിതികളില്ലാത്ത വ്യക്തിയാകും. God, the world limits you, but the spirit man is unlimited. You will dare to speak what you believe. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും പല അറിവുകളും നിങ്ങളെ പരിമിതപ്പെടുത്തും, നിങ്ങളെ ഇടുക്കിക്കളയും. എന്നാൽ ദൈവം ഇടുക്കമില്ലാത്തവനും അപരിമേയനുമാകയാൽ ആ ദൈവമായിട്ട് കൂട്ടായ്മയായിരിക്കുമ്പോൾ നിങ്ങളും ചിന്തകളിൽ വിശാലന്മാരായി വലിയത് കാണാൻ പറ്റും. And that is why the Bible, Paul says to Corinthians, "Oh Corinthians, your heart has become limited, not by the word which we preach, it is by your fellowship with the world." അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, കൊരിന്ത്യരെ, ഞങ്ങളുടെ വചനം കൊണ്ടും പ്രസംഗം കൊണ്ടും അല്ല നിങ്ങൾക്ക് ഇടുക്കമുണ്ടായത്, മറിച്ച് ഈ ലോകത്തിലെ ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ അഫെക്ഷൻ, അവരുമായിട്ടുള്ള കൂട്ടുചേര്, അവരുടെ ചിന്താഗതി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇടുങ്ങിയത്. The worldly standards are opposite to spiritual standards. സ്വർഗീയമായ ആ നിലവാരം ഈ ഭൗമിക നിലവാരം എത്രയോ ഇടുങ്ങിയതും താഴ്ന്നതുമാണ്. The world says if you give and give and give, you will become poor. ഈ ലോകത്തിന്റെ നിലവാരം എന്നാണ്, നിങ്ങൾ കൊടുക്കരുത് കേട്ടോ, കൊടുക്കരുത്, കൊടുത്താൽ കുറഞ്ഞു പോകും, ശൂന്യമാവും. But the spiritual reality is the more you give, the more you will reap. എന്നാൽ സ്വർഗീയ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കൊടുക്കും തോറും ഏറും, നിങ്ങൾ വിതയ്ക്കും തോറും കൊയ്യും. In the world it is called giving or donating, but in the spiritual world it is called sowing and reaping. ഈ ലോകത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ സംഭാവന ചെയ്യുക എന്ന പദങ്ങളാണ് ലോകക്കാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവവചനം ഉപയോഗിക്കുന്നത്, സ്വർഗം ഉപയോഗിക്കുന്നത് വിതയ്ക്കുക എന്ന വാക്കാണ്. ആർപ്പോടെ കൊയ്യുക. When you are sowing as a farmer, you know it is going to bring back a big harvest. നിങ്ങൾ ഒരു നല്ല കർഷകനാണെങ്കിൽ നിങ്ങൾ വിതയ്ക്കുമ്പോൾ ഒരു ഭാരവുമില്ല, നിങ്ങൾ വലിയൊരു കൊയ്ത്ത് കാണുകയാണ്. And the world peace is when everything is okay. ഈ ലോകം എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ സമാധാനമായിട്ടിരിക്കും. But in the spiritual, even the world things are not okay, you will have peace that is beyond understanding. എന്നാൽ ആത്മമണ്ഡലം കണ്ട വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് വചനപ്രകാരം അവന് നന്നായിട്ട് അറിയാം, ലോകത്തിൽ എന്തോ പ്രതിസന്ധി വന്നാലും അതിനപ്പുറത്തുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ട് അവൻ സമാധാനം. That is why in Romans chapter 8 the Bible says that those who live according to the flesh set their mind on the things of the flesh, but those who live according to the spirit, they are looking at the things in the spiritual. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ഈ ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തി അവന്റെ മനസ്സ് ലോകത്തിൽ വെച്ചിരിക്കുന്നു, എന്നാൽ ആത്മപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തി അവന്റെ മനസ്സ് ആത്മമണ്ഡലത്തിൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്ന വേദഭാഗങ്ങൾ റോമർ 8:5 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. 5-6 ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും. ജഡസ്വഭാവം, it is meaning to say they are born again yet they are not spiritual. ശ്രദ്ധിക്കുക, ഇത് വിശ്വാസികൾ തന്നെയാണ്, അവർ വീണ്ടും ജനിച്ചു, പക്ഷെ ആത്മമണ്ഡലത്തിൽ വളർന്നിട്ടില്ല. They are babies in Christ. അവരെ ക്രിസ്തുവിൽ ആത്മീയതയിൽ അവർ ശിശുക്കളാണ്. They are still in the elementary principles of Christ. അവരിപ്പോഴും ക്രിസ്തുവിന്റെ ആദ്യ പാഠങ്ങളിൽ ABCDയിൽ നിൽക്കുകയാണ്. They don't have fellowship with God. They depend still on the man of God. Please pray for me. ഇപ്പോഴും അവർക്ക് അവരെ ജനിപ്പിച്ച അപ്പനായ ദൈവവുമായിട്ട് ബന്ധവും ഒന്നുമില്ല, മറിച്ച് ഏതെങ്കിലും ഒരു ദൈവദാസനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ്
ആ ഒരവസ്ഥയിൽ. The more you are hearing the word, which is the meat, you will be strengthened. Then you will understand, I don't need to depend on man. I can depend on God the Father because I have the permission to enter the throne of grace. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യങ്ങൾ, അപ്പോസ്തോലിക വചനങ്ങളാകുന്ന കട്ടിയായുള്ള ആഹാരം നിങ്ങൾ ഭക്ഷിക്കും തോറും പിടികിട്ടും. ഞാനും ദൈവത്തിന്റെ മകനാണ്, എൻ്റെ അപ്പനുമായി എനിക്ക് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ വളർച്ച പ്രാപിച്ച ഒരു മകനായി മാറും. Some people are wondering how is Heavenly Feast Church expanding all over the globe like this. ചില ആൾക്കാര് പലപ്പോഴും ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ഹെവൻലി ഫീസ്റ്റ് അങ്ങ് ലോകമെമ്പാടും വളരുന്നു? Our answer is very simple. ഞങ്ങൾക്ക് അതിനുള്ള മറുപടി വളരെ സിമ്പിൾ. We don't tell people come to us. We tell them the one in you is greater. ഒന്നാം നാൾ മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ജനങ്ങളോട് നിങ്ങൾ ഞങ്ങളെടുക്കുക, ഞങ്ങൾക്ക് കൃപാവരമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നല്ല പറഞ്ഞ, മറിച്ച് നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ കയ്യാൽ അത്ഭുതം നടക്കുന്നു. And wherever they go, miracles are happening. അങ്ങനെ എന്ത് സംഭവിച്ചു? അവരെ ഇവിടുന്ന് എവിടൊക്കെ പോയോ അവര് പോയി ദൈവപ്രവൃത്തി ചെയ്തു, വലിയ മിറക്കിൾസ് നടന്നു, ആയിരങ്ങൾ അവിടെയും കൂടി വരും. And that is why in a Heavenly Feast Sunday worship, when we were gathering, you will not find Heavenly Feast members coming to us and saying, please pray for us. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഈ നമ്മുടെ ഹെവൻലി ഫീസ്റ്റിന്റെ ആരാധന നടക്കുമ്പോൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഹെവൻലി ഫീസ്റ്റിലെ വിശ്വാസികൾ, ഇവിടെ കർത്താവിൽ വളർന്ന വിശ്വാസികൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞായറാഴ്ച പറയുന്നത് കേൾക്കത്തില്ല. No, we will pray for you, definitely. നിശ്ചയമായിട്ട് നിങ്ങൾ ഏതൊരു വിഷയത്തിൽ വിളിച്ചോ, പെട്ടെന്നൊരു സാഹചര്യം വന്ന് വിളിക്കണം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം. But you should grow in Christ. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ലെവലിൽ നിൽക്കരുത്. പെട്ടെന്നൊരു പ്രതിസന്ധി വന്നാൽ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ നിന്ന് വളർന്ന പ്രതിസന്ധിയിലും അതിന്റെ മുകളിൽ നിൽക്കുന്ന വ്യക്തിയായി ഓരോ വിശ്വാസിയും മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. It should be just like the disciples, Peter, who were in the boat and the storm came. They cried out for Jesus. Jesus helped them. But the second time the storm came, Jesus never killed the storm, did not shut the storm down, but asked them, come walk on the storm. നമ്മൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുന്ന വളർച്ച യേശു ഇവിടെ ഉള്ളപ്പോൾ തന്നെ ചെയ്തത്. ശിഷ്യന്മാരുമായി പടകിൽ പോകുമ്പോൾ ആദ്യം ഒരു കാറ്റടിച്ചപ്പോൾ അവർ കടന്ന് നിർവഹിച്ചു, കർത്താവ് കാറ്റിനെ ശാസിച്ചു. എന്നാൽ രണ്ടാമതൊരു തവണ ഇതുപോലെ തന്നെ കാറ്റടിച്ചപ്പോൾ എൻ്റെ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചില്ല, മറിച്ച് അവരോട് പറഞ്ഞു, നീ തിരമാലയുടെ മുകളിലൂടെ നടന്നു വരിക. That is what Jesus or God the Father expects every child of God to be. ഇത് ഈ വളർച്ചയാണ് ഓരോ വിശ്വാസിയെ കുറിച്ചും നാൾക്ക് നാൾ ദൈവം ആഗ്രഹിക്കുന്നത്. This is why the word of God is written. ഇതിനു വേണ്ടിയാണ് ഈ ദൈവവചനമാകുന്ന കട്ടിയായുള്ള ആഹാരം നമുക്ക് തന്നിരിക്കുന്നത്. So that the more you understand who God is and who you are in Him, you will become powerful. Every storm, every challenge, you will step on it and say, I am a more than conqueror in Jesus' name. അതുകൊണ്ടാണ് ഈ വചനങ്ങളൊക്കെ ഓരോ ദിവസം കേട്ട് ദൈവം ആരാ, ആ ക്രിസ്തുവിൽ ഞാൻ ആരാ എന്ന് തിരിച്ചറിയുന്നോടെ നിങ്ങൾ സകലത്തെയും പിടിച്ചടക്കുന്ന ഏത് പ്രതിസന്ധിയിലും തല ഉയർത്തി നിൽക്കുന്ന ഒരത്ഭുത ദൈവവൈതലായി. And we are so sure about it that we are teaching that you are powerful in Christ. ഇത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, നിങ്ങളുടെ അകത്തുള്ള ആരാണോ ആ യേശു മഹാശക്തനാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പ്. And that is why when a person is born again, the carnal mind has to be overtaken by the mind of Christ. അതുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു ലോകപ്രകാരമുള്ള ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. എന്നാൽ ഒരു വ്യക്തി വീണ്ടും ജനിച്ചപ്പോൾ ഇതാ ക്രിസ്തു അകത്ത് വന്നു. പക്ഷേ ഈ ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ ലോക മനുഷ്യന്റെ ചിന്തകളെ, മനസ്സുകളെ ഓവർടേക്ക് ചെയ്യണം, അതിന്റെ മുകളിൽ കയറണം. The system of the world is react, but the system of the Lord is act. ശ്രദ്ധിക്കുക, ഈ ലോകത്തിന്റെ ഒരു പ്രവർത്തന രീതി, ഒരു കാര്യം വന്നാൽ അതിനോട് പ്രതികരിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക. എന്നാൽ ദൈവം പ്രതികരിക്കുകയല്ല, റിയാക്ട് ചെയ്യല്ല, ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. And that is why here it says, those who live according to the flesh set their minds are limited. അതുകൊണ്ടാണ് റോമർ 8 നമ്മൾ വായിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും. They want to become just a committee member of a 50 member church. മലയാളത്തിൽ അത് ചിന്തിക്കുന്നു, പക്ഷേ ഇംഗ്ലീഷിൽ സെറ്റ് their mind. ഈ ജഡപ്രകാരമുള്ളവർ അവരുടെ മൈൻഡ് വേറെടുത്തോണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. They are looking to become someone in this world. അവരൊരു സഭയെ വന്നാലും
ഇവിടെ എങ്ങനെ കമ്മിറ്റിയിലാകാം? ലോകത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. They have very limitation. അവർക്ക് വളരെ ഇടുങ്ങിയ ചിന്തയാണ്. I don't blame them. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല. Disciples also were like that. ശിഷ്യന്മാർക്കും ഇതുപോലെ കമ്മിറ്റിയൊക്കെ ഇഷ്ടം. Even after resurrection of Jesus, they came and asked Jesus, when will you take over the kingdom and when will we become ministers? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷവും ഇത് നോക്കിയ രൂപാന്തര ശരീരത്തിലിരിക്കുന്ന കർത്താവിനടുത്ത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1:6 വായിക്കുന്നുണ്ട്, കർത്താവേ എന്നാ കർത്താവ് രാജ്യം സ്ഥാപിക്കുന്ന, എന്നാ രാജാവാകുന്ന, ഞങ്ങൾക്ക് എന്നിട്ട് വേണം സൈഡിലിരുന്ന മന്ത്രി. Jesus said, look at them and said, യേശുവരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, in my language I will say, എന്റെ ഭാഷ പറയാം, you want to become a minister of fishery and minister of little kingdom of David. നിങ്ങള് ഈ ദാവീദിന്റെ ഒരു കൊച്ചു രാജ്യത്തിൽ, കേരളത്തിന്റെ പകുതി മാത്രമുള്ള ഈ പ്രദേശത്തെ ഒരു ഭക്ഷ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ഒരു കൊച്ചു കമ്മിറ്റി മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നു. But wait a minute, എന്നാൽ ഒരു നിമിഷം I will change your mindset. നിങ്ങളുടെ ചിന്താഗതികളെ, നിങ്ങളുടെ ഇടുക്കങ്ങളെ ഞാൻ മാറ്റാൻ പോകുകയാണ്. I am going to do it. ഞാൻ അത് ചെയ്യാൻ I പോകുകയാണ്. will give you a new heart. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ I ഹൃദയം will തരും. put my spirit in you. എന്റെ ചിന്താഗതിയും എന്റെ ആത്മാവും നിങ്ങളുടെ അകത്തോട്ട് തരും. Go to Jerusalem. I am coming there. ജെറുസലേമിലോട്ട് വന്ന് ഇരിക്കുക, അവിടെ വെച്ച് ആ പരിപാടി You ചെയ്യാൻ will പോകുന്നു. receive power. നിങ്ങൾക്ക് ദൈവശക്തി When the ലഭിക്കും. Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will stop thinking about becoming a committee member in Jerusalem. You will look at the ends of the earth because your vision will become like God. യെരുശലേമിൽ ഒരു കൊച്ചു കമ്മിറ്റി മെമ്പർ ആയിട്ട് ഇരിക്കുന്ന ഒരു പരിപാടിക്ക് അപ്പുറത്ത് എന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി വികസിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം പോകുന്നവരായി മാറും. You will start from Jerusalem. നിങ്ങൾ യെരുശലേമിൽ തുടങ്ങും. ശമരിയയിൽ. Oh, Samaria blocked you, isn't it? ശമരിയയിലാണ് നിന്നെ തടസ്സം വന്നല്ലേ? But the same Samaritans will welcome you when you go with the power of the Holy Spirit. യേശുവേ, നിന്നെ ശമരിയക്കാരിലെ വിടത്തില്ലെന്ന് പറഞ്ഞ് തടഞ്ഞത് അതേ സ്ഥലം നിന്റെ മക്കൾ ആത്മാവിൽ വരുമ്പോൾ ഇതാ തുറക്കപ്പെടും. They stopped Jesus in the flesh, but they could not stop the disciples who were in the spirit. ശ്രദ്ധിക്കുക, ജഡത്തിൽ വന്ന യേശുവിനെ ശമരിയക്കാർക്ക് അല്പനാളത്തേക്ക് തടയാൻ പറ്റി. എന്നാൽ അതേ യേശു പരിശുദ്ധാത്മാവിൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ നിന്നപ്പോൾ, അവർ ചെന്നപ്പോൾ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ആർക്കും തടയാൻ സാധിച്ചു. Oh, in the flesh you will see all limitation and obstacle, but when you are in the Holy Spirit, you will see your possibilities in Christ Jesus. നിങ്ങളെ ഈ ജഡത്തിൽ നിങ്ങളൊന്ന് നടന്നു നോക്കിയ തടസ്സവും പ്രശ്നമേ കാണത്തുള്ളൂ. എന്നാലും ആത്മാവിലായിക്ക് എവിടെ തടഞ്ഞോ അവിടെ തന്നെ വിടുതലാവും, അവിടെ തന്നെ വിടുതലാവും. തങ്കുബ്രദറെ, പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറയുക, Holy Spirit is telling me. പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറയുക, Holy Spirit is telling me. ആമേൻ. റോമൻ കൈസറിട്ട ഓരോ അതിരുകളും ഹോളി സ്പിരിറ്റ് പൊട്ടിച്ചു. Whatever the limitations the Roman Caesar put, it was broken by the Holy Spirit. ദാവീദിന്റെ രാജ്യത്തെ വെട്ടിമുറിച്ചത് റോമൻ കൈസറാണ്. The Roman Caesar divided the kingdom of David. യെരുശലേം, ശമരിയ, യഹൂദിയ എന്ന അദ്ദേഹമാണ് വെട്ടിമുറിച്ചത്. The Caesar divided the whole empire into Jerusalem, Samaria and Judea. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, When the Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, when the Holy Spirit came, സാധാരണ പഠിത്തമില്ലാത്ത അപ്പോസ്തലന്മാർ, the ordinary uneducated apostles, എല്ലാ അതിരുകളെയും പൊട്ടിച്ച് മുമ്പോട്ട് പോയി. they broke every barrier that the world had put on them. ഏത് ശമരിയയിലാണോ അവർ തടഞ്ഞത്, The same Samaria where they blocked him, ഹോളി സ്പിരിറ്റ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് അതിര് കടത്തി. Holy Spirit took him in the spirit. Holy Spirit felt joy in the city of ആ Samaria. പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി ശമരിയ. Today I want to tell you, ഇന്ന് നിങ്ങളോട് പറയട്ടെ, I pray, ഞാൻ പ്രാർത്ഥിക്കുന്നു, be filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ Be നിറയുക, filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറയുക, Walk with the Holy Spirit. പരിശുദ്ധാത്മാവിൽ ചേർന്ന് നടക്കുക. There is no limit. ഒരു പരിമിതിയുമില്ല, Oh, there is no limit. ഒരു പരിമിതിയുമില്ല, There is no limit. ഒരു പരിമിതിയുമില്ല. In the flesh, ജഡത്തിൽ you have limitation, നിങ്ങൾക്ക് ഒത്തിരി ഇടുക്കങ്ങളുണ്ട്. but you are a new creation. എന്നാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. That is why Paul says, അതുകൊണ്ടാണ് പൗലോസ് I പറയുന്നത്, don't know anyone in the flesh. ഇനി ഞാൻ ആരെയും ജഡപ്രകാരം I അറിയുന്നില്ല. don't want to be limited. എനിക്കിനി ഇടുങ്ങണ്ട. I don't want to look Jesus also in the flesh. ഞാൻ ഇനി യേശുവിനെ പോലും ജഡപ്രകാരം കാണില്ല. I am seeing in the spirit, ഞാൻ യേശുവിനെയും ആത്മാവിൽ കാണുക. because I am a new creation in Christ എന്നാൽ Jesus. ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയത്രേ. Hallelujah! ഹല്ലേലൂയ! Hallelujah! ഹല്ലേലൂയ! There is a difference between the world and the spirit. Unfortunately, the world has entered into the church. ശ്രദ്ധിക്കുക, ലോകവും സഭയുമായിട്ട് വലിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഏറ്റവും നിരാശാജനകം എന്ന് പറയട്ടെ, ഇന്ന് ലോകം സഭയ്ക്കകത്ത് കടന്നു. ഞാൻ ലോകം ചിന്തിക്കുന്നവരുള്ള ചിന്ത,
We are borrowing sermons from the world and preaching in the church. Well, the word of God is powerful even today. ശ്രദ്ധിക്കുക, ഇന്ന് ലോകക്കാരുടെ ചില സൈക്കോളജിയും അതുപോലുള്ള പ്രസംഗ രീതികൾ അവരുടെ ഇന്ന് കടമെടുത്ത മോട്ടിവേഷനൊക്കെ കടമെടുത്ത് സഭയ്ക്ക് കൊടുക്കുക. കഷ്ടം, ഈ വചനത്തിനകത്ത് ആത്മാവിൽ ഒരു വ്യക്തി അനന്ത സാധ്യതകളാ എഴുതി വെച്ചിരിക്കുന്നു. The gospel is the power of God to change. സുവിശേഷം ഇപ്പോൾ ദൈവശക്തിയാ. God is working through the word of God. ദൈവം ഈ വചനത്തിൽ കൂടെയാ ക്രിയ ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. It is amazing. It is astonishing when a new creation who are born again, they say, I have tension, I have depression, anxiety. It's because you are thinking in the flesh. ഒരു ദൈവ പൈതൽ എനിക്ക് ടെൻഷനാ, എനിക്ക് ആകെ ആകുലമായെന്ന് പറയുമ്പോൾ അത് വലിയ നിരാശാജനകമാണ്. കാരണം ആത്മാവിലല്ല ജഡപ്രകാരം ചിന്തിച്ചു. That is why the Bible says, read 5. അതുകൊണ്ടാണ് അതിന്റെ 8:5 വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. Knowing God is knowing in him in the spirit. In the spiritual world. തങ്കുബ്രദർ, ഞാൻ ഇടയ്ക്കൊന്ന് കയറി. Yes. കഴിഞ്ഞ സൺഡേ രാവിലെ ഞാനൊരു ശബ്ദം കേട്ടാ എഴുന്നേറ്റ്. Last Sunday morning, Thomas Rudy brother woke up hearing a voice. റെഫറൻസ് അതിന്റെ അകത്ത് പറയുന്നത്. It is a reference from the word. അത് ലൂക്ക് 11:11. It was Luke 11:11. നിങ്ങൾ പിതാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം. If you ask God the Father, how much more he will give you the Holy Spirit. അതൊരു അന്യഭാഷയെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. We have limited the Holy Spirit in just speaking in tongues. പക്ഷേ ഇന്ന് തങ്കുബ്രദർ പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ നിലയിൽ പരിശുദ്ധാത്മാവിൽ നടക്കാൻ പ്രാർത്ഥിക്കാൻ. As I was sharing about the Holy Spirit, suddenly the Holy Spirit was telling him, it is not, don't limit in the tongues, but walk in that mindset. Walk in that mindset which the Holy Spirit gives you. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും ഈ വചനം എൻ്റെ ചെവി കേട്ടു. Today morning also, Luke 11:11, the Holy Spirit was reminding him. Today I'll tell you, the moment you walk into the spiritual, ശ്രദ്ധിക്കുക, നിങ്ങൾ ആത്മാവിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ all the division, all the jealousy, all those things which are, I'll tell you, the devil's trick is to take your focus off Jesus into men, into situation, into challenges. ശ്രദ്ധിക്കുക, പിശാചിന്റെ പണിയെന്ന് വെച്ചാൽ ഈ ആത്മമണ്ഡലത്തിലെ ഉന്നതമായതിൽ നിന്ന് കണ്ണൊക്കെ അങ്ങ് മാറ്റിയിട്ട് ചെറിയ കാര്യങ്ങളിലേക്ക്, ചെറിയ അസൂയ, അവരത് ചെയ്തു ഇവരിത് ചെയ്തൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ജഡിക മനുഷ്യരാക്കി മാറ്റും. But the moment you are in the spirit, എന്നാൽ ആത്മാവിൽ, അനന്തമായ ദൈവിക ആത്മാവിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, I'll tell you, it is not that the problem has gone. പ്രശ്നം ഇപ്പോഴും പോയിട്ടില്ല. There is a incident in the Old Testament. പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. Elisha is in the mountain. എലീശ ഇതാ മലയിലാണ്. Surrounded, the whole city is surrounded by the Syrian army. ഇതാ ആരാമ്യ പടക്കൂട്ടങ്ങൾ വന്ന് ആ മല മുഴുവൻ വളഞ്ഞിരിക്കുക. Truth. It's a fact. സത്യമാണ്. It is a fact. സത്യമാണ്. The whole army is to catch this one man. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരാളെ പിടിക്കാൻ ലക്ഷക്കണക്കിനുള്ള ഒരു സൈന്യം വന്നിരിക്കുക. And he is relaxing in the mountain. എന്നാൽ അദ്ദേഹം ആ മലയിൽ തന്റെ വീടിനകത്ത് വളരെ റിലാക്സ് ചെയ്തിരിക്കുക. The servant gets worried. എന്നാൽ ഈ ബാല്യക്കാരൻ, ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് വെളിയിൽ നോക്കിയപ്പോൾ തനിക്ക് വറിയടിച്ചു. Natural. അദ്ദേഹം ജഡത്തിലാണ് ചിന്തിക്കുന്നത്. Suddenly Elisha says, Father, show him the spiritual. ഈ പയ്യൻ രാവിലെ വെളിയിൽ ഇറങ്ങി സൈന്യത്തെ കണ്ടപ്പോൾ അയ്യോ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കർത്താവ് ഇവന്റെ കണ്ണം തുറന്നു കൊടുത്തേ കാണാൻ. The moment his eye opened, he says, Master, chariots of fire, more than all this army. ഈ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു പറയാ, യജമാനനെ, അഗ്നിമയ രഥങ്ങളും കുതിരകളും താഴെ നിൽക്കുന്ന സൈന്യം അല്പമേ ഉള്ളൂ, ഈ സ്വർഗീയ സൈന്യം എത്രയധികം. The army did not disappear
the spiritual appeared and took away everything from the natural. പ്രതിസന്ധികളുടെ സൈന്യം, എതിരായിട്ട് വന്ന സൈന്യം പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ നിപ്പുണ്ട്. പക്ഷെ കൂടെയുള്ള സൈന്യം, സ്വർഗീയ സൈന്യം വിസിബിളായി മാറി. അപ്പോൾ മറ്റേതൊന്നുമില്ല. Today I want to tell every one of you, ഇന്ന് പകൽ ഓരോ ദൈവത്തിനോടും പറയട്ടെ, chariots of fire, angelic host are all with you, but greater, the Holy Spirit, God Himself is living inside of you. അവിടെ സ്വർഗീയ ദൂതഗണങ്ങളാണ് ഇറങ്ങിയെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗീയ ദൂതഗണങ്ങൾ മാത്രമല്ല, അഗ്നിമയ രഥങ്ങൾ മാത്രമല്ല, സ്വർഗത്തിന്റെ സകർവമായ പരിശുദ്ധാത്മാവിന്റെ ചിറകിൽ നിന്നെ നിർത്തിയിരിക്കുക. You, the Holy Spirit is living in you. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വാസം ചെയ്യുക. Oh, I pray, that is why Paul prays, open the eye of understanding. അതിനുവേണ്ടിയാണ് പൗലോസ് അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ദൈവജനങ്ങളുടെ, വിശ്വാസികളുടെ, വീണ്ടും ജനിച്ചവരുടെ ഹൃദയ കണ്ണ് തുറക്കണമേ. The moment eye is open, നമ്മുടെ ആത്മ കണ്ണ് തുറക്കപ്പെടുമ്പോൾ you will understand നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടും, that God has solved every challenge of yours of today, tomorrow, and your generation on the cross. മാത്രമല്ല ആ കണ്ണു തുറക്കുമ്പോൾ പിടികിട്ടും, ഇന്ന് പ്രശ്നമാണ്, പ്രയാസമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ 2000 വർഷം മുമ്പ് കുരിശിൽ അവൻ പരിഹരിച്ച് കഴിഞ്ഞു. It is settled. അത് പരിഹരിച്ച് കഴിഞ്ഞു. It is still നിന്റെ settled. പ്രശ്നം പണ്ട് തീർന്നു കഴിഞ്ഞു. Your case is closed, finished on the cross. ഇന്ന് നീ മുമ്പിൽ കാണുമ്പോൾ കേസ് ഇപ്പോഴും നിൽക്കുക, കുഞ്ഞുങ്ങളുടെ വിഷയം അതെന്താവും. എന്നാൽ ആത്മാവിലൊന്നായേ നിനക്ക് പിടികിട്ടും, 2000 വർഷം മുമ്പ് ക്രൂശിൽ അതിന് പരിഹാരം വന്നു കഴിഞ്ഞു. That is why Paul says, I have nothing to boast except the cross of Jesus Christ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് വേറെ ഒന്നുമില്ല. That is why Paul says, even though I am walking in the flesh, today I am crucified with Christ. It is no longer the I, but the I am who is living his life through me. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്കൊന്നും പ്രശംസിക്കാനില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ എന്നിലെ ജഡം, ലോകപ്രകാരമുള്ള ചിന്തയെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. ഇനി ഞാനല്ല, എന്റെ ഉള്ളിൽ ആത്മാവായ കർത്താവത്രേ ജീവിക്കുന്നു. God is in you. ദൈവം നിന്റെ ഉള്ളിൽ. God is in you. ദൈവം നിന്റെ And ഉള്ളിൽ. I want to tell you, he is not slumbering or sleeping. He is working out his plan on this earth through you. നിന്റെ അകത്ത് വസിക്കുന്ന ദൈവം ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല, എപ്പോഴും ആക്റ്റീവായി. നീ ഉറങ്ങുമ്പോഴും അവൻ എഴുന്നേറ്റ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. Even when you are sleeping, your inner man is interceding for someone in America, someone in Africa, someone there. The inner man is totally in action. Do you know that? സഹോദരൻ, നീ ഉറങ്ങിക്കിടക്കുമ്പോഴും, നീ രാത്രിയിൽ കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും, നിന്റെ അകത്തെ ഈ പുതു മനുഷ്യൻ, നിന്റെ അകത്തെ കർത്താവ് നിന്നിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പക്ഷപാതി. ആർക്ക് വേണ്ടി? ആഫ്രിക്കയ്ക്ക് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, ആ സ്ഥലത്തിന് വേണ്ടി, ഈ വ്യക്തിക്ക് വേണ്ടി. നീ അറിയാതെ നിന്റെ അകത്തൊരു വലിയ ആത്മപ്രവൃത്തി നടന്നു. Do not limit yourself. നീ നിന്നെ തന്നെ ഇടുക്കരുത്. Do not limit yourself. നിന്നെ തന്നെ ഇടുങ്ങി ചിന്തിക്കരുത്. Don't walk in the flesh, walk in the spirit, walk in the mind of Christ. ജഡപ്രകാരമുള്ള ബുദ്ധിയിൽ, ഇടുങ്ങിയ ചിന്തയിൽ നടക്കരുത്, ബുദ്ധിയിൽ നടക്കരുത്, വചനത്തിന്റെ ആത്മാവിന്റെ വിശാലതയിൽ നടക്കരുത്. Don't speak anything against the word, but speak the word. God is working with you. ദൈവവചനം ഇപ്പോൾ നിനക്ക് ബുദ്ധിയിൽ ഒന്നും പിടികിട്ടുന്നില്ലെങ്കിൽ അതിനെതിരെ പറയല്ലേ. Lord, I worship you. Lord, I worship you. Lord, I worship you. Lord, I worship you. Everyone pray, Lord, I worship you. Lord, I worship you. Lord, I worship you. For your name is holy. Holy. There is a mighty outpour of the Holy Spirit in every home. ശക്തമേറിയ ഒരു പകർച്ച. It is for everyone who is watching. എന്നാൽ ഇന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്ന മുഴുവൻ ഭവനങ്ങളിലും, മുഴുവൻ പേരിലും നിങ്ങളെ കർത്താവ് ഒരു പുതിയ പകർച്ച തരിക. If you believe that this word is not only for them but for me also, the same will happen in your life. ഇന്ന് ഈ വചനം അവർക്ക് വേണ്ടി മാത്രമല്ല,
എനിക്ക് വേണ്ടിയുമാണെന്ന് വിശ്വസിക്കുന്നു. Oh, lift your hand. A mighty anointing is coming upon കരങ്ങൾ everybody. ഉയർത്തി തങ്കു ബ്രദറെ, ഒരു വചനം കർത്താവ് എനിക്ക് വീണ്ടും കൊടുത്തു. Oh, sir, the Holy Spirit is talking to me through a word. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. Oh, those who are thirsty, let them come to me and drink. ആ ഡ്രിങ്ക് എന്നുള്ള വാക്ക് എടുത്തെടുത്ത് എന്റെ അകത്ത് പറയുന്നു. The Holy Spirit is reminding him the word drink, drink. വരിക, കുടിക്കുക. Come to me and drink. Holy Spirit is telling him the word which Jesus spoke. വരിക, കുടിക്കുക. The Holy Spirit, Jesus said, യേശു പറഞ്ഞു, will take from me and give it to you. എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. What is happening now? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? The Holy Spirit is taking the word of Jesus, putting into your heart, and you are speaking. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വചനമായവനിൽ നിന്ന് വചനമെടുത്ത് യേശുവിൽ നിന്ന് എടുത്ത് നിന്റെ അകത്തിടുക. That is why you are saying, come to me, drink. അതുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞത്, എന്റെ അടുക്കൽ വരിക, കുടിക്കുക. That is Jesus' word taking and coming out of your mouth to the people. ഇപ്പോൾ യേശുവിന്റെ വാക്ക് അവന്റെ ഉള്ളിൽ നിന്നെടുത്ത് നിന്നിലേക്ക് തരുമ്പോൾ ജനങ്ങളോട് The സംസാരിക്കും. Bible says, if you are thirsty, അവിടെ പറയണം, നിങ്ങൾ ദാഹിക്കുന്നവന് വരട്ടെ എന്നാണ്. some people might think like this. ചില ഇങ്ങനെ ചിന്തിച്ചേക്കാം, I am so old, but now I don't need. ഓ ഞാൻ ഒത്തിരി വൃദ്ധനൊക്കെ ആയല്ലേ, ഇനിയിപ്പം എനിക്കിതൊന്നും വേണ്ട. Be filled with the Holy Spirit. എന്നാൽ ഇപ്പോഴും ആത്മാവിൽ നീ നിറയാൻ You might be saying, I am so old, I am retired, I have nothing more to do. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഞാൻ വളരെ ഓൾഡ് ആണ്, റിട്ടയർമെന്റ് കഴിഞ്ഞതാണ്, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും. But God wants to use Yes. you through dreams and visions. Oh. God will reflect through you His glory even now if you believe. എന്നാൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്ന വചനം ദൈവദാസനെ നിന്റെ മേൽ, ദൈവദാസിയെ നിന്റെ മേൽ ഇപ്പോൾ കർത്താവ് പകരുകയാണ്. The Holy Spirit is ready to take into His hand anyone who says, I am thirsty. കർത്താവേ, എനിക്ക് ദാഹമുണ്ടെന്ന് പറയുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ജീവജല നദികൾ അവരിൽ നിന്ന് ദേശങ്ങളിലേക്ക് ഒഴുകും. And those who believe, that's the prophetic word that came out of him. The rivers through you will flow to the nations of the world. പരിശുദ്ധാത്മാവിന്റെ നദികൾ നിങ്ങളിൽ നിന്ന്. The Bible does not say river, it says rivers. അവിടെ യേശു ക്രിസ്തു പറഞ്ഞത് നദി ഒഴുകുമെന്നല്ല, ജീവജലത്തിന്റെ നദികൾ നിങ്ങളിൽ നിന്ന് ഒഴുകുമെന്നാണ് ഇപ്പോൾ പ്രവചന വചനം വന്നിരിക്കുന്നത്. This is the prophetic word which is from the word. ഇത് വചനത്തിലുള്ള ഒരു പ്രവചനമാണ്. If you are ready, നിങ്ങൾ റെഡിയാണെങ്കിൽ I'll tell you, ഞാൻ പറയട്ടെ, some of you നിങ്ങൾ ചിലർ are listening to this as a very good sermon. ഇന്ന് ഞായറാഴ്ചത്തെ നല്ലൊരു അടുത്ത മെസ്സേജ് അങ്ങനെ ആയിരിക്കും ചെല്ലു കാണുന്നു. But someone എന്നാൽ വേറെ ചിലർ is ready to pounce on the word. അവര് ഈ കേൾക്കുന്ന വചനം ചാടിപ്പിടിച്ച് സ്വന്തമാക്കാൻ ദാഹിക്കുകയാണ്. And Lord, I worship you. Lord, I worship you. And Lord, I worship you. Lord, I worship you. For your name is holy, holy. Thank you, Jesus. Thank you, Jesus. You may be seated. ഒരു കാര്യം കൂടെ പറയാം. ഈ പകർച്ച, This outpour, is for the joy to the world. this outpour, wherever you are receiving something from the Holy ഈ Spirit, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ that is the joy. അവിടെയാണ് അത് സന്തോഷമാണ്. Joy, സന്തോഷം, inexpressible joy. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സന്തോഷം. You know, when you have a child in your bosom, നിങ്ങളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഒരു അമ്മ, you can hide it for some time, നിങ്ങൾക്ക് വേണേൽ കുറച്ചുനാളോ ഈ ഗർഭം ആരും കാണാതെ മറച്ചു, but it will become bigger and bigger. എന്നാൽ അത് വളർന്ന് വളർന്ന് Same, if Christ comes to you, അതുപോലെ തന്നെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്ന, you cannot hide. അത് ക്രിസ്തു വന്ന കാര്യം മറയ്ക്കാനൊക്കെ. You will be in the joy of the Holy Spirit. നിങ്ങൾ മാത്രമല്ല, ഈ ആത്മാവിൽ നിറയുന്നവർ ലോകത്തിന് സന്തോഷം കൊടുക്കും. You will become a source of joy to the whole world.
അവരുടെ കുടുംബത്തിനും ലോകത്തിനും മുഴുവൻ to ഇവരുടെ your family, to your friends, and to everyone who comes in touch. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മുമ്പേ തങ്കു ബ്രദർ പ്രവചിച്ച പോലെ ദുഃഖം മാത്രമേ അനുഭവിച്ചു കാണത്തുള്ളൂ. Might be in your life you have gone through many challenges. പക്ഷെ നിങ്ങൾ അനേകരെ തുള്ളിച്ചാടുമാറാക്കാൻ, But through you, God is going to bring joy to many families. Hallelujah. Hallelujah. Back to the word of God. വചനത്തിലേക്ക് വീണ്ടും വരാം. Romans chapter 8 and verse 5. റോമാലേഖനം 8:5. Those who live according to the flesh ജഡപ്രകാരം ജീവിക്കുന്നവർ, ബുദ്ധിയിൽ ജീവിക്കുന്നവർ, set their mind on the things of the world. അവരുടെ മനസ്സ് ലോകപ്രകാരമുള്ളതിൽ വെച്ചിരിക്കുന്നു. But those who live according to the spirit, എന്നാൽ ആത്മപ്രകാരം ജീവിക്കുന്നവർ, they put the things of the spirit. അവർ ചിന്തിക്കുന്നത് ആത്മപ്രകാരമാണ്. That I'll tell you, whatever you require, whether spiritual or natural, for you it is kept in the spiritual place. ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്തിലെ ഭൗതിക ആവശ്യങ്ങളായിക്കോട്ടെ ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം ആത്മമണ്ഡലത്തിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. That is why in Ephesians 1:3 the Bible says you are blessed with all the blessings in Christ in the heavenly places. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം 1:3 ആ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗത്തിലെ സകല, it is in the spiritual world. സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ആത്മമണ്ഡലത്തിലെ അനുഗ്രഹങ്ങൾ. That is why in 2 Peter 1 the Bible says everything pertaining to life and godliness in the spirit. അതേ കാര്യം 2 പത്രോസ് 1:3 പറയുമ്പോൾ ജീവനത്തിനും ഭക്തിക്കും വേണ്ട സകലവും അവൻ ആത്മാവിൽ ദാനമായി തന്നിരിക്കുന്നു. If it was in the natural, just imagine what would happen. അത് ഈ ദൈവം വെച്ച അനുഗ്രഹങ്ങളെല്ലാം ദൃഷ്ടിയിൽ കാണാവുന്ന ഈ ഫിസിക്കൽ ലോകത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? Only the mighty would take it. അങ്ങനെയായിരുന്നെങ്കിൽ നല്ല മസിലുള്ളവർക്ക് മാത്രം അവർ വന്ന് ആദ്യം അത് പിടിച്ചെടുത്തായിരുന്നു. But this is not for people with muscle in the flesh, these are for muscle in the spirit. എന്നാൽ ഇത് വെച്ചിരിക്കുന്ന ആത്മമണ്ഡലത്തിലാണ്. അതുകൊണ്ട് അവിടുന്ന് പിടിച്ചെടുക്കുന്ന ആത്മീയമായ ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കും. Plus it is for those who are chosen before the foundation of the earth. മാത്രമല്ല ആ പിടിച്ചെടുക്കുന്ന ആരാന്നറിയോ? ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കും. Blessed be the name of Jesus. ദൈവനാമം മഹത്വപ്പെടട്ടെ. And then the Bible says, തുടർന്ന് ബൈബിൾ ഇങ്ങനെ പറയുന്നു, for to be carnally minded ആകയാൽ ജഡപ്രകാരം ചിന്തിക്കുന്നവർ is death. അത് മരണമാണ്. Death means limitation. ജഡത്തിന്റെ ചിന്ത മരണം. മരണം എന്ന് പറഞ്ഞാൽ ഇടുക്കം, Lack of fellowship with the Father. പിതാവുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് മരണം. You are thinking upon your ability. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശക്തി കൊണ്ടാണ് ചിന്തിക്കുന്നത്. You are thinking about your capacity. നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. And that is why death means end. അതിന്റെ അർത്ഥം മരണം എന്ന് പറഞ്ഞാൽ എല്ലാം തീരുന്നു. Even today morning as I am ministering, even people who are new creation, you are thinking this is the end of everything. ഒരുപക്ഷെ വീണ്ടും ജനിച്ച ചിലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതെല്ലാത്തിന്റെ ഒരു അവസാനമാവുകയാണ്. No. അല്ല. Because the same power that raised up Jesus is living inside of you. യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ശക്തി, മരിച്ചപ്പോൾ ആ കർത്താവിൽ വ്യാപരിച്ച അതേ പുനരുദ്ധാന ശക്തി നിങ്ങളിലും വ്യാപരിക്കുന്നതിന് Christ is in you. ക്രിസ്തു നിങ്ങളിൽ ഉള്ളതുകൊണ്ട്. And that is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, but to be spiritually minded ആത്മാ ചിന്തയുള്ളവരാകുവാൻ is life and peace. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. Peace. സമാധാനം. This peace, that is why Jesus says, I give my peace to you, not as the world gives you. അതുകൊണ്ടാണ് ഈ സമാധാനത്തെ കുറിച്ച് യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകത്തിൽ നിന്ന് കിട്ടുന്ന പോലല്ല. The world has peace when it thinks what it possesses or what it has. ലോകത്തിന് സമാധാനം കിട്ടുന്ന എപ്പോഴാണ് പറഞ്ഞാൽ കയ്യിൽ സാധനം എല്ലാം ഉണ്ട്, എനിക്കിതെല്ലാം ഏതായാലും കരുതി വെച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടാണ് ലോക സമാധാനം. But spiritual peace, എന്നാൽ ആത്മാവിനുള്ള സമാധാനം is the spiritual thought in whom I have and that in whom I am. മാത്രമല്ല ആത്മാവിൽ എനിക്ക് സമാധാനം കിട്ടുന്നത് എന്റെ കയ്യിൽ ഭൗതികമായിട്ട് എന്തുണ്ടെന്ന് നോക്കിയല്ല, ഞാൻ ആരിലാണോ ആ ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ അത് എന്റെ ആയതുകൊണ്ട് അവിടെ നോക്കിയാണ് എന്റെ സമാധാനം. Hallelujah. That is why the Bible says peace that surpasses all understanding. അതിനെയാണ് സകല ബുദ്ധിയെയും ഈ ലോകപ്രകാരമുള്ള ചിന്താഗതിയെ കവിയുന്ന സമാധാനം. എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതല്ല, ഞാൻ ആരുടെ കയ്യിലാന്നുള്ളതാണ് യഥാർത്ഥ സമാധാനം. ആ കയ്യിൽ ഇരിക്കുന്നവന്റെ കയ്യിലുള്ളത് മുഴുവൻ എന്റേതാ, അതാ സമാധാനം. സ്പിരിച്വൽ മൈൻഡ് ഇസ് പീസ്.
ആത്മാ ചിന്ത സമാധാനമാണ്. And that is why in the book of Corinthians chapter 2 and verse 12 the Bible says, അതുകൊണ്ടാണ് 1 Corinthians 2:12 ബൈബിൾ ഇങ്ങനെ പറയുന്നു. for we have not received the spirit of the world, നമ്മൾ but the spirit from God, that we might know നാമോ the things that have been freely given to us by God. freely given, already given. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, We have not received the spirit of the world. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. നൽകിയത്, given, already given, it is there. freely given. സൗജന്യമായി നൽകിയത്. Freely is missing in Malayalam. മലയാളത്തിൽ ഫ്രീലി ഇല്ല. ഈ ബൈബിളിൽ നല്ലാത്ത ഫ്രീ ഒക്കെ മലയാളികൾക്ക് ഇഷ്ടമുള്ളൂ. Hallelujah. ഹല്ലേലൂയ. The same word is written in Romans 8 when it says, with Jesus everything is freely given. അത് തന്നെയാണ് റോമർ 8 യേശുവിനെ തന്നവൻ അവനോടുകൂടെ സകലവും നൽകുമെന്ന് മലയാളത്തിലുള്ള സകലവും സൗജന്യമായി നൽകുന്നില്ല. Hallelujah. That is why we are trying to earn with Jesus when it is already free. വാസ്തവത്തിൽ യേശുവിനെ കിട്ടിയൂടെ സകലവും കിട്ടിയിരിക്കുക. ഇതിപ്പോ യേശുവിനെ മേടിച്ചു പിന്നെ ബാക്കി എവിടെയോ തപ്പാൻ നടക്കുകയാണ്. That is why you need the Holy Spirit. അവിടെയാണ് യേശുവിന്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നത് കാണാനാണ് പരിശുദ്ധാത്മാവിനെ വേണ്ടിയത്. Again I'll read it. Now we have received not the spirit of the world, ആകയാൽ നമ്മളിപ്പോൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, but the spirit who is the Holy Spirit, who is from God. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ മലയാളത്തിൽ അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ ദൈവത്തിൽ നിന്നുള്ളവനായ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. That we might know the things. Things means tangible. ദൈവത്തിൽ നിന്നുള്ള വസ്തുക്കളെന്ന Things. ദൈവത്തിൽ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്പർശിക്കാവുന്നത് തിങ്സ്. It is all in the spiritual. ആത്മമണ്ഡലത്തിലാണ് ഇപ്പൊ ഈ തിങ്സ് ഇരിക്കുന്നത്. But it can come into the natural. ഈ ആത്മമണ്ഡലത്തിൽ കാണാത്ത അവിടെ ഇരിക്കുന്ന ഈ തിങ്സിനെ കാണാവുന്നിടത്തോട്ട് കൊണ്ടുവരാൻ. If you know it is yours. അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിഞ്ഞാലേ കൊണ്ടുവരാൻ ഒക്കുള്ളൂ. Grace has provided it. By faith we take it. കൃപ അതിനുള്ള വഴി തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ വിശ്വാസം, grace is the door, faith is through which we take it. കൃപ എന്ന് പറഞ്ഞാൽ ഒന്നിനും അർഹതയില്ലാത്ത നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് എടുക്കാനുള്ള വാതിൽ തുറന്നു. പക്ഷെ വിശ്വാസത്താൽ നമ്മളത് എടുത്ത്, that is what is Romans 5 and verse 2. അതാണ് റോമാലേഖനം 5:2 നമ്മൾ വായിക്കുന്നത്. Through whom? Through Christ Jesus. യേശു ക്രിസ്തുവിലൂടെ we have access എന്ന് പറഞ്ഞാൽ the way to enter into the access into this room is through that door. ഈ മുറിക്കകത്തോട്ട്, ഈ സ്റ്റുഡിയോ റൂമിനകത്തോട്ട് കടക്കണമെങ്കിൽ അവിടെ ഒരു ഡോർ ഉണ്ട്, അതിനകത്തോടെയാണ് ആക്സസ്, പ്രവേശനം. The Bible says, ബൈബിൾ പറയുന്നു, access into his grace is by faith. അവന്റെ ആ കൃപയിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടിയത് വിശ്വാസത്താൽ. Whatever I need is provided in Christ by grace. കൃപയാൽ ക്രിസ്തുവിന്റെ ഉള്ളിൽ എനിക്ക് വേണ്ടതെല്ലാം ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ട്. But you have to know it. എന്നാൽ നിങ്ങളത് അറിയണം. And knowing it is only by the help of the Holy Spirit. ഈ അറിയാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, that you might know the things that have been freely given to us by God. അതുകൊണ്ടാണ് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയവ അറിയുവാൻ. And that is why in verse 13, these things we also speak, not in words which is man's wisdom, but by the Holy Spirit which teaches, comparing spiritual things with spiritual. ഇത് ഞങ്ങൾ മനുഷ്യജ്ഞാനം വെച്ചല്ല നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വാക്യം തന്നെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാണ്. We are not using persuasive words. We are not using human wisdom. We are just trying to explain from the word. And ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളിത് പറയുന്നത് മനുഷ്യന്റെ ചില രസകരമായ വാക്കുകൾ ഉപയോഗിച്ചു. We are not using stories. അതിന് ഞങ്ങൾ കഥകളൊന്നും പറയുന്നില്ല. We are talking from the word which you will not understand till the Holy Spirit reveals it to you. ഞങ്ങൾ വചനത്തിൽ നിന്ന് പറയുന്നവ, അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ഈ പറയുന്നവ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്താത്തിടത്തോളം ഒന്നും പിടികിട്ടുക. Because man's wisdom, and here it is talking, Holy Spirit teaches.
ഒന്ന് മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയണ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. വായിച്ചു. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ ആത്മാവ് ഉപദേശിക്കുന്ന the spiritual man ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. This is good for the spiritual, not good for the natural. ഇത് ആത്മീയ മണ്ഡലത്തിൽ ആത്മീയരെ സംബന്ധിച്ച് ഇത് നല്ലതാ, പക്ഷെ ജഡപ്രകാരം ചിന്തിച്ചാൽ ഒന്നുമല്ല. The spiritual man always seeks things from God. ആത്മീയ മനുഷ്യൻ എപ്പോഴും ദൈവമാകുന്ന ആത്മാവിൽ നിന്നുള്ളതാണ്, ആത്മമണ്ഡലത്തിൽ നിന്നുള്ള പ്രതീക്ഷ. But the born again man who is not mature even now relates things with the natural. എന്നാൽ വീണ്ടും ജനിച്ച വിശ്വാസിയാണേലും ആത്മീയമായി വളർന്നിട്ടില്ലെങ്കിൽ, ആത്മീയമായി ചിന്തിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴും ലോക മനുഷ്യരെ പോലെ ഭൗതികമായി ലോകപ്രകാരമേ കാര്യങ്ങളൊക്കെ He does not know that he can have fellowship with God. He does not realize now he is the heir of God and co-heir with Christ. He does not realize that he is a more than conqueror in the love of Christ. He does not realize that he has a triumphant life in Christ Jesus always, every place. അങ്ങനെയുള്ളവർ ആത്മീയമായ വളർച്ചയില്ലാത്തവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, ആത്മമണ്ഡലത്തിൽ കർത്താവിനോട് കൂട്ടായ്മ, കർത്താവിൽ നിന്ന് കേൾക്കുക, ഇത് മാത്രമല്ല കർത്താവിൽ നിന്നുള്ള അവൻ്റെ അവകാശം എന്താ, ഞാൻ എല്ലാത്തിനേക്കാളും ജയാളിയാണ്, എനിക്കിതിനെ വാഴാൻ പറ്റും, ഏത് പ്രതിസന്ധിയുടെ മുകളിലാണെന്ന് ഞാനെന്ന് ഈ വളരാത്ത വിശ്വാസിക്ക് പിടികിട്ടില്ല. That is why the spiritual man who is already filled with the Holy Spirit should have fellowship with the Holy Spirit, discerning the move of the Holy Spirit. അതുകൊണ്ടാണ് ആത്മീയമായി വളർന്നൊരു വിശ്വാസി ദൈവം ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന്റെ ആ കർത്താവിന്റെ ആ ചലനം അവന് മനസ്സിലാകും, അതിനനുസരിച്ച് അവൻ മൂവ് ചെയ്യും. He will always trust God than anything else. ആ വ്യക്തി മറ്റേ ഭൂമിയിലുള്ള ആരിലുമോ എന്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ, ആത്മാവായ ദൈവം ഈ കാര്യത്തിൽ എങ്ങനെ ഇടപെടുന്നതെന്ന് അയാൾ നോക്കും. And that is why the Bible says in Proverbs 3:5, trust in God and lean not into your own understanding. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യന്റെ ബുദ്ധിയിൽ ഊന്നരുത്. Why? Because it will limit you. കാരണം എന്താ, മനുഷ്യബുദ്ധി എപ്പോഴും നിന്നെ ഇടുക്കിക്കളയും. In the natural you cannot see many things. സാധാരണ ലോകത്ത് എല്ലാം ഇടുക്കവാ, ദൈവത്തിന്റെ വിശാലമായതൊന്നും നിന്റെ കണ്ണുകൊണ്ട് കാണാനൊക്കെ. But the moment you start practicing to become spiritual by having fellowship with the Holy Spirit, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിലൂടെ നീ ആത്മീയമായി വളർന്ന് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ you will have peace, സമാധാനം ഉണ്ടാവും, you will have life, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. you won't react as the world reacts. ലോകത്തിലുള്ള ആൾക്കാർ പ്രതികരിക്കുന്ന പോലെ ഒന്നിനോടും കയറി പ്രതികരിക്കില്ല. A peace that surpasses understanding will be upon you. ഏത് പ്രതിസന്ധിയിലും ഒന്നും നിന്നെ ചലിപ്പിക്കത്തില്ല, കാര്യങ്ങളൊക്കെ ദൈവത്തിലുള്ളത് നിനക്കറിയാം, നല്ല സമാധാനം. That is why in verse 14 the Bible says the natural man, അതുകൊണ്ടാണ് എന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, പ്രാകൃത മനുഷ്യൻ, meaning the man who is not born again, അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെടാത്തവർ, വീണ്ടും ജനിക്കാത്തവർ, does not receive the things from the Spirit of God. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അവനൊന്നും പ്രാപിക്കാനൊക്കില്ല. They are foolishness. വായിച്ചു. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. When we speak, ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ we are talking about healing. ഞങ്ങൾ സൗഖ്യത്തെ കുറിച്ച് We are പറയുമ്പോൾ, talking about anointing. അഭിഷേകത്തെ കുറിച്ച് We are talking about the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് For a പറയുമ്പോൾ, natural man, ഒരു പ്രാകൃത മനുഷ്യന്, വീണ്ടും ജനിക്കാത്തവന് this is all foolishness. ഇതെല്ലാം മൗഢ്യമാണ്. They are foolishness to him. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നത് അതവന് ഭോഷത്വമാണ്. Neither can he know them, അവർക്ക് അത് മനസ്സിലാകത്തുമില്ല. because the letters are spiritually discerned. കാരണം ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. You can read it in Malayalam. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. We are not angry with people who criticize us, ചില ആൾക്കാർ ഞങ്ങളെ വിമർശിക്കും. ആ വിമർശിക്കുന്നവരോട് ഞങ്ങൾക്ക് അരിശം തോന്നാറില്ല. because they are natural. കാരണം അവർക്ക് പ്രാകൃത മനുഷ്യരാണ്. They don't understand things in the spirit. അവർക്ക് ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എന്തുവാന്ന് അവർക്ക് മനസ്സിലാകില്ല. They are used to the natural. അവരെല്ലാം ഭൗമികമായി ലോക മനുഷ്യർ ചിന്തിക്കുന്ന പോലെ They ചിന്തിക്കും. are thinking from their intellect. അവരുടെ ബുദ്ധിയിൽ അവർ ചിന്തിക്കുന്നു. If we say Jesus is alive, യേശു ജീവിക്കുന്നു പറയുമ്പോൾ they can relate only to the Jesus they have seen in the photograph. അവര് ഫോട്ടോയിൽ കണ്ട യേശുവിനെ അവർക്ക് മനസ്സിലോട്ട് വരുന്നു. They see Jesus hanging on the cross, അവർ യേശു ക്രൂശിൽ കിടക്കുന്നത് കണ്ടിട്ടുള്ളൂ. but they don't realize that this Jesus is not
not on photo or on the cross today. He is risen and is gloriously seated at the right hand of ഇന്ന് ഒരു God. ഫോട്ടോയിൽ യേശുവിനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയല്ല, ക്രൂശിൽ കിടക്കുകയുമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും കൂടെയുള്ള ഒരു യേശുവിനെ തിരിച്ചറിയുവാൻ അവരുടെ മനസ്സ് തുറന്നിട്ടില്ല. They don't understand that we can have fellowship with God. ദൈവത്തോട്, ഈ സർവേശ്വരനായ ദൈവത്തോട് ഒരു മനുഷ്യന് കൂട്ടായ്മ ആചരിക്കാൻ പറ്റുമെന്ന് അവന് ബുദ്ധിയിൽ പോലും They ചിന്തിക്കാൻ cannot understand that the speaking in tongues is God-given language. ആ അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ദൈവം തന്നൊരു ഭാഷയാണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. I'll tell you, spiritual cannot be discerned by the natural. ആകയാൽ ഭൗതിക മനുഷ്യന് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും ആത്മമണ്ഡലത്തിലുള്ള തിരിച്ചറിയാൻ ഒക്കില്ല. The Christians who think that they know God, they are the ones who reject the word of തങ്ങൾക്ക് God. ദൈവത്തെ അറിയാമെന്ന ഭാവമുള്ള ചിലരുണ്ട്. അവര് ദൈവപ്രവർത്തികളെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്യും, അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. They are the ones just like Jesus' time. The Pharisees, even Jesus was there. They said, no, the word says. ഇതാ ശ്രദ്ധിക്കുക, അവര് പഠിച്ചുകൊണ്ടിരുന്ന ക്രിസ്തു, അവര് യേശു അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ടോ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. പക്ഷെ അവർ ക്രിസ്തുവിനെ കുറിച്ച് വലിയ പഠിത്തമുള്ളവരാണ്. I pray today. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray today ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു that your faith നിങ്ങളുടെ വിശ്വാസം to know God ദൈവത്തെ അറിയുവാൻ should be through the word of God. ഇത് വചനത്തിൽ കൂടെ ആയി, ദൈവവചനത്തിലൂടെ ആയി. Peace സമാധാനം comes when you trust the word of God. ദൈവത്തിന്റെ തിരുവചനങ്ങൾ അതിൽ ആശ്രയിക്കുമ്പോൾ യഥാർത്ഥ സമാധാനം. Do not give up. ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും നിങ്ങൾ മടുത്തു പിന്മാറരുത്. Never give up. പിന്മാറരുത്. That is why the Bible talks, the moment you have Jesus in your heart, you have a living hope. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമാക്കി പറയുന്നത്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. ജീവനുള്ള പ്രത്യാശ. Not dead hope. മരിച്ച പ്രതീക്ഷയില്ലാത്തൊരു പ്രത്യാശയല്ല, Living hope. ജീവിക്കുന്ന പ്രത്യാശ. Because God in you is living. കാരണം നിങ്ങളുടെ അകത്തെ ദൈവം ജീവിക്കുന്നു. Whatever challenges you are going through, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി, വെല്ലുവിളി, you will open your mouth നിങ്ങൾ തന്നെ വായ് തുറന്ന് ഇങ്ങനെ പറയും and command it to go down in Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ പ്രതിസന്ധിയോട് മാറിപ്പോ എന്ന് പറഞ്ഞു. The Holy Spirit is telling me, പരിശുദ്ധാത്മാവ് സംസാരിക്കും. many of you are going through individual challenges. നിങ്ങളിൽ പലരും വ്യക്തിപരമായ ചില വെല്ലുവിളികളിൽ കൂടിയാണ് പോകുന്നത്. You are going through your many individual challenges. നിങ്ങളുടെ വ്യക്തിപരമായ പല പ്രതിസന്ധികളും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു. Today, എന്നാൽ ഇന്ന് there is something supernatural intervention of God. എന്നാൽ പ്രകൃത്യാതീതമായ ബുദ്ധിക്കപ്പുറത്തുള്ള ആത്മീയമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ട് അതിനൊരു വലിയ വിടുതൽ വരും. Day before yesterday, we were reading a word from the Amplified Bible. ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് മിനിഞ്ഞാന്ന് ഞങ്ങൾ ഒരു വചനം വായിക്കുകയായിരുന്നു. And I was surprised. അത് കണ്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. The word is saying, വചനം പറയുന്നു, Jesus, യേശു who intercedes and intervenes. ഈ ദൈവം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും മാത്രമല്ല വിഷയത്തിൽ ഇറങ്ങി ഇടപെടുകയും ചെയ്യും. Today, ഇന്ന് all of you who are watching, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, Jesus യേശു neither slumbers nor sleeps. ഉറങ്ങുന്നവൻ ഉറക്കം തൂങ്ങാത്തവൻ, He is at the right hand of the Father. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ, For you, നിങ്ങൾക്ക് വേണ്ടി, just for you. നിങ്ങൾക്ക് വേണ്ടി, He's നിങ്ങൾക്ക് വേണ്ടി praying. മാത്രം, He's praying for you. നിങ്ങൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുകയാണ്, പക്ഷപാതം ചെയ്യുകയാണ്. Plus, മാത്രമല്ല, if need be, അവിടെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ ആ വിഷയത്തിൽ ആവശ്യം വന്നാൽ He will walk into that situation. അവൻ ആ വിഷയത്തിലേക്ക് ഇറങ്ങി നടന്നു വരും. Paul and Silas were in prison. പൗലോസും ശീലാസും ജയിലിലായിരുന്നു. They did not expect anything. They were just worshipping the Lord. അവർക്ക് ആ പ്രശ്നം ഒന്നും വിഷയമല്ലാത്തത് കൊണ്ട് അവർ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല, അവർ കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. They were in the natural limited. They are not going to come out. ഭൗതികമായി ചിന്തിച്ചാൽ ഇതിൽ നിന്ന് വെളി വരാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അതും അവർക്കൊരു വിഷയമല്ല, ഒരു ദൈവത്തെ സ്തുതിച്ചു. But there was an intercessor. എന്നാൽ അപ്പോഴും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന ഒരു Seated at the right hand of the Father. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് അവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. When the worship started, എന്നാൽ അവരവിടെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ I believe, ഞാൻ വിശ്വസിക്കുന്നു, Jesus said, യേശു പറഞ്ഞു, Father, പിതാവേ, time to intervene. ഇപ്പോൾ പക്ഷപാതം ചെയ്യുന്ന ഞാൻ ഇവിടെ ഇരുന്നാ പോരാ, ഇനി ഒട്ടും താമസിച്ചുകൂടാ, ഞാൻ അവരുടെ And വിഷയത്തിൽ. he walked into the prison. അപ്പോൾ കർത്താവ് കാലെടുത്തു വെച്ച് ഇന്റർസീഡ് ചെയ്തവൻ വിഷയത്തിലേക്ക് ഇന്റർവീൻ. And the moment he touched down, the prisons began to shake. നമ്മുടെ കർത്താവിന്റെ കാല്
ആ കാരാഗ്രഹത്തിൽ ലാൻഡ് ചെയ്ത നിമിഷം അടിത്തറ ഇളകുവാൻ തുടങ്ങി. Chains were broken. കെട്ടുകൾ പൊട്ടി. My Jesus എന്റെ യേശു loves you so much നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നു that he will not only pray but intervene. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല വിഷയത്തിൽ ഇറങ്ങി ഇടപെടും. This week, ഈ ആഴ്ച every moment, ഓരോ നിമിഷവും know one thing. ഒരു കാര്യം അറിഞ്ഞോളൂ. The one who said, I will be with you, is truly with you. ഞാൻ നിങ്ങളോട് കൂടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ വാക്കുമാറില്ല. സത്യമായും ഈ ആഴ്ചയും കൂടെ കാണും. Today, ഇന്ന് just close your eyes. കണ്ണുകൾ അടയ്ക്കാം. Everywhere. എല്ലായിടത്തും. And Lord, I worship you. Lord, I worship